ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കാരമൽ സേമിയ പായസമാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായി ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 150 ഗ്രാം സേമിയ ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ചെറിയൊരു ബ്രൗൺ കളർ വരുന്നതുവരെ നെയ്യിലൊന്ന് വറുത്തെടുക്കാം. ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 ഗ്ലാസ് പാൽ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അതിലേക്ക് 4 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തോടോടുകൂടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സേമിയ കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ഗ്ലാസ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം മധുരത്തിനായി അതിലേക്ക് ഞാൻ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു പാൻ എടുത്ത ശേഷം ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് റെഡിയായിക്കൊണ്ടിരിക്കുന്ന സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടായി വന്നിട്ടുള്ള ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. റെഡിയായി വന്നിട്ടുള്ള സേമിയ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനു മുകളിലേക്ക് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരമൽ സേമിയ പായസം റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.